ഒരു സാധാ ഗ്രീൻ പീസ് കറി. മുമ്പുണ്ടാക്കിയ ഗ്രീൻ പീസ് കറിയിൽ നിന്ന് വ്യത്യസ്തമായി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഗ്രീൻ പീസ് കറിയാണിത്. ഇതിനു വേണ്ടി ഞാൻ എടുത്തത് 1 കപ്പ് ഗ്രീൻ പീസാണ്. അത് നമുക്ക് ആദ്യം ഒരു കുക്കറിലിട്ട് വേവിപ്പിച്ചെടുക്കാം. കുക്കറിൽ ഗ്രീൻ പീസ് ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. ഇത് വെന്ത് വന്നാൽ നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി നമുക്ക് തേങ്ങ പേസ്റ്റ് ഉണ്ടാക്കാം. കുറച്ച് തേങ്ങ എടുത്ത് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഇട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എടുക്കാം. ഒരു സവാള, ഒരു തക്കാളി, 4-5 പച്ചമുളക്. അത് ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ കറിയിൽ ഞാൻ കുറച്ച് ഗ്രാമ്പൂവും പട്ടയും ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പാൻ എടുത്ത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നാൽ നമുക്കതിലേക്ക് ഗ്രാമ്പൂവും പട്ടയും ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും സവാളയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വെന്ത് വന്നാൽ നമുക്കിതിലേക്ക് 2-3 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും അത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതൊന്ന് വെന്ത് വന്നാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അരച്ചു വെച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് സമയം നമുക്കിത് വേവിപ്പിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് വേവിപ്പിച്ച ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചു നേരം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിപ്പിച്ചെടുക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. താങ്ക് യു.